ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഒരു മീൻകറി റെസിപ്പിയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത്. നമുക്ക് ഈ ഒരു മീൻ അധികം അങ്ങനെ എപ്പോഴും കിട്ടാറില്ല, വല്ലപ്പോഴും കിട്ടുന്നത് ചെറുതായിരിക്കും. ഇത്രയും വലിപ്പമുള്ള മീൻ അങ്ങനെ ഇവിടെ അധികം അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഞാൻ എന്തായിരുന്നാലും ഈ ഒരു മീൻ കണ്ടിട്ടേ എന്തായിരുന്നാലും ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണേ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് നല്ല വലിപ്പമുള്ള പരമ മീനാണ്. പരവ കുറ്റാവെന്നൊക്കെ പറയും, കുതിപ്പെന്നും പറയും കേട്ടോ ഒരു മീനിൻ്റെ പേര്. അപ്പോൾ ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തല ഉൾപ്പെടെ ഞാൻ ഒരു 3 മീനും കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കണം. ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 10-12ഓളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഒരു 1.25 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിയുടെ ഒരു വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ലെമൺ സൈസ് പുളി ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് പിഴിഞ്ഞ് അരച്ച് ചേർത്ത് കൊടുത്താണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടിരുന്ന് അരച്ചൊന്ന് എടുക്കാം. ഇനി ഇതാ ഒരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിലോട്ട് ഒരു ചെറിയൊരു തക്കാളിയും ഒരു 2-3 പച്ചമുളകും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് കിട്ടുന്ന തൊണ്ടൻ മുളക് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. ഇപ്പോൾ കിട്ടാത്തതുകൊണ്ടാണ്, നല്ല വിലയുണ്ട് കേട്ടോ ഇപ്പോഴതിന്. അതാണ് കേട്ടോ ഇപ്പോൾ അധികം അങ്ങനെ വാങ്ങിക്കാത്തത്. പിന്നെ ഇതാ ഒരു അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ നമുക്കിനി ആ ഒരു മീനിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം എടുത്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ അവിടെ ഒരു 2 തൊട്ട് 2.5-3 കപ്പ് വരെയൊക്കെ വെള്ളം ആകാം. നമ്മളൊരു 1.25 കപ്പ് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ വറുത്ത് പൊടിച്ച് തന്നെ കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 10 തൊട്ട് 12 മിനിറ്റ് ഈ ഒരു മീൻ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കൊരു 10 തൊട്ട് 12 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് പുളിയൊക്കെ ഒന്ന് പാകമാണോ എന്ന് ചെക്ക് ചെയ്യാം. കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് റെഡിയായി വരട്ടെ. മീൻകറി നന്നായിട്ടൊന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിയിച്ചിട്ടെടുക്കാം. പാലിടാൻ പോയത് എന്നിട്ട് പുറത്തുനിന്ന് പാലെടുക്കാറുണ്ട്. അവസാനം 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു കൂട്ടും കൂടെ നമുക്കിനി ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേ കറിയുടെ. ഒരു ഉള്ളി ഒന്ന് മൊരിഞ്ഞ് വരണേ, ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരണം. എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിത് ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ചൊന്നങ്ങ് മാറ്റി വയ്ക്കാം. ആ ഒരു ചട്ടിയിലുള്ള ചൂട് വരുന്ന തന്നെ ബാക്കിയും കൂടെ ഒന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടിക്കോളും കറി. നല്ല ടേസ്റ്റും ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. ഫ്രൈൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് നേരത്തെ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വാളമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാളമീനിൻ്റെ ആ ഒരു മീൻ മാത്രമായിട്ട് എടുത്തിട്ട് അതിനൊന്ന് മസാല പുരട്ടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ്. ഉപ്പും മഞ്ഞളും പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് മസാല പുരട്ടി ഒന്ന് വെച്ചതാണ്. എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു ബീട്രൂട്ട് തോരൻ ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കറിയുടെ ആ ഒരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. തിളയൊക്കെ നിന്നിട്ടുണ്ട്, നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മട്ടേരി ചോറാണ്, പിന്നെ അതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ള ഒരു മരിച്ചിനിയും പിന്നെ ബീട്രൂട്ട് തോരനും മീൻ പൊരിച്ചതും പിന്നെ വാളമീനിൻ്റെ തന്നെ കുറച്ച് തലയും മുള്ളും ഭാഗങ്ങളൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താണ് കേട്ടോ. അതും ആ ഒരു മീൻ കറിയും കൂടിയിട്ട് ഉച്ചത്തെ ഊണ് റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും.